കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വണ്ടി XUV 500 ആണ്. XUV 500 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒട്ടനവധി എൻക്വയറി കിട്ടുന്ന വണ്ടിയും കൂടിയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പോൾ ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ വണ്ടിക്ക് പൊതുവേ വില കുറവാണ്. അതുകൂടാതെ തന്നെ വണ്ടീനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റിയാണ്. പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ലാവിഷായിട്ട് തന്നെ വന്ന് കയറുന്ന ഒരു വണ്ടിയും കൂടിയാണ്. പിന്നെ ഒരു ബേസ് മോഡൽ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കിയാൽ W6 ആണ് വന്നേക്കണം. 2012 മോഡൽ W6 ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ സിൽവർ കളറിലാണ് വന്നേക്കണം. സിൽവർ കളർ ഒട്ടനവധി ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ സിൽവർ ഞാൻ നിങ്ങൾക്കായിട്ട് എത്തിച്ചേക്കണം. പിന്നെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കുന്നതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഓട്ടോമേറ്ററിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞേക്കാം. ഇനി നമുക്ക് വാഹനം ഒന്ന് ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. കാരണം എവിടെയൊക്കെ എന്തൊക്കെ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ചാനലിൽ കൂടി തന്നെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു XUV 500 കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2012 മോഡൽ XUV 500 ആണ്. XUV 500 നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വണ്ടി സ്ട്രെങ്ത് വണ്ടി, സ്ട്രോങ് വണ്ടി, അതേപോലെ തന്നെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. വണ്ടിയുടെ സൈസും ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല 7 സീറ്ററാണ് ഈ ഒരു XUV 500. W6 ആണ് വാഹനം. 2012 ഡീസൽ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയും കൂടിയാണ്. വണ്ടിയുടെ സൈസും ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി തന്നെ അറിയാൻ പറ്റും. ഉണ്ടാവും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വണ്ടി, നല്ല നീറ്റായിട്ടിരിക്കുന്ന വണ്ടിയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തന്നെ നോക്കിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ഫുള്ള് വീഡിയോ നമുക്കൂടെ കാണാം. അതുപോലെ ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് കൂടെ നോക്കാം. കേട്ടോ, വണ്ടി നല്ല നീറ്റായിട്ടിരിക്കുന്ന വണ്ടി. ഓക്കെ, നമുക്ക് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. അതാണ് ടോപ്പ് വ്യൂ വന്നേക്കണേ. അതേപോലെ തന്നെ നമുക്ക് ഇനി വീലാർച്ചേക്കും ടയർ കണ്ടീഷനിലേക്കും പോകാം. വീലാർച്ചേക്ക് വരുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ വീൽ കപ്പൊക്കെ ജസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഗ്രില്ലായാലും ഗ്രില്ലും നോക്കാം. ഇവിടെ ലാമ്പും നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ വീലാർച്ചിലേക്ക് പോകാം. ഈ വീലാർച്ചായാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്ക് കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. ഇനി 2 ഡോറിലേക്കും പോകാം. 2 ഡോറായാലും നീറ്റായിട്ടിരിക്കുന്ന 2 ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസാണ്. അതേപോലെ വീലാർച്ചിലേക്ക് വേണമെങ്കിൽ പൊടിക്ക് ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതൊന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പറയാനുള്ളൂ. അതേപോലെ ടയറിൽ ഗ്രിപ്പ് കുറച്ച് കുറവാണ്. സൈഡ് പോർഷൻ ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ബാക്കിലേക്ക് വരണമെങ്കിൽ ഇവിടെ ലിഡിലേക്ക് വരാം. ലിഡും ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ വിൻഷീൽഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഒരു വൈപ്പേഴ്സ് നീറ്റായിട്ടിരിക്കുന്നു. പമ്പേഴ്സിലേക്ക് വരാം. പമ്പേഴ്സിൽ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡിലേക്ക് വരണമെങ്കിൽ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ പവർ വിൻഡോസും REM കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. മിഡിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കാം. കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 90,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പാസഞ്ചർ സൈഡൊക്കെ നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. റൂഫായാലും നല്ല വൃത്തി തന്നിരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മാനുവൽ ട്രാൻസ്മിഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഇവിടെയും സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത ലെഗ് റൂം നമുക്കിവിടെ വരുന്നുണ്ട്. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് ബോട്ടിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സും ഡൗൺ ചെയ്യാം. ഇവിടെ 3rd റോ നമുക്ക് വിശാലമായ സ്പേസ് ഉണ്ട്. ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ 3rd റോ നമുക്ക് അറിയാമല്ലോ, XUV 500 ഉണ്ട്. 3rd റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽസിനൊക്കെ ഇരിക്കാൻ പറ്റും. എന്നാലും കുറച്ച് എന്താ പറയുക, സ്പേസ് കുറവായിരിക്കും. റൂഫൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ എൻജിൻ റൂമും അതേപോലെ വാഹനത്തിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു XUV 500 ആ ഒരു എൻജിൻ റൂം. എംഹോക്ക് എഞ്ചിനാണ് വന്നിരിക്കണം. 140 PS പവറിൽ വന്നിരിക്കുന്ന വണ്ടി. അതേപോലെ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ നോക്കാം. ഞാൻ എൻ്റെ ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാ, അതേപോലെ ഇവിടെയും നോക്കാം. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാം. ബാറ്ററി ആയാലും പവർഫുൾ ബാറ്ററിയാണ്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെ പേസ്റ്റിംഗ് നോക്കാം. പേസ്റ്റിംഗ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം.
ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് ബൂട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. സീറ്റ് തേർഡ് റോ സീറ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്കിവിടെ കിട്ടും. അതേപോലെ തന്നെ ഇനി നമുക്കിവിടെ എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡിലും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതിലൊക്കെയാണ് വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 2012 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. W6 ആണ് വന്നേക്കണം. ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റാവുന്ന ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള 7 സീറ്ററും കൂടിയാണ് ഈ XUV 500. അപ്പോൾ ഇതിൻ്റെ ആ വിലയിലേക്ക് കടക്കാം. വിലയിലേക്ക് കടക്കാനൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനം നോക്കിയാൽ നമുക്ക് സ്വിഫ്റ്റിന് കൊടുക്കുന്ന കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. എത്രയാണ് വില എന്നല്ലേ? വില ജസ്റ്റ് 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. 5.50 lakhs. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു XUVയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് വരും. നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.